നമസ്കാരം. കേരളം എന്താ വെള്ളരിക്ക പട്ടണമാണോ? ഈ ചോദ്യം പലപ്പോഴും നമുക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ മനുഷ്യരെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകും, പട്ടാപ്പകൽ റോഡിലിട്ട് മനുഷ്യനെ വെട്ടിക്കൊല്ലും, ഇവിടെ മനുഷ്യരെ ഭീഷണിപ്പെടുത്തും, പല വ്യക്തികളെയും ഇവിടെ നിന്ന നിൽപ്പിൽ കാണാതാകും. ഇതൊക്കെ ഇവിടെ എന്നും നടക്കുന്ന കാര്യങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്രയും നടക്കുന്നുണ്ടാവില്ല. പറഞ്ഞു വന്നത് കൂത്താട്ടുകുളം സംഭവവുമായി ബന്ധപ്പെട്ടാണ്. പാർട്ടി പ്രവർത്തകയാണ്, CPM-ന്റെ ഏറ്റവും പ്രമുഖയായ പ്രവർത്തകയാണ് ശ്രീമതി കലാരാജു. ഇവരെ തട്ടിക്കൊണ്ടുപോയി അവരെ ഉപദ്രവിച്ചു. DYFI-കാരനായ ഒരു ചെറിയ പയ്യൻ പറഞ്ഞത് കാല് വണ്ടിയിലും കണ്ട് ഉടക്കിയപ്പോൾ കാല് വെട്ടിമാറ്റിത്തരാം എന്നാണ്. അവരെ മണിക്കൂറുകൾ തടവിൽ വെച്ചു, അതിക്രൂരമായി ഉപദ്രവിച്ചു. അതുപോലെ പുരുഷ സഖാക്കൾക്ക് മുന്നിലേക്ക് സ്ത്രീ സഖാക്കൾ ഇവരെ എറിഞ്ഞുകൊടുത്തു ആക്രമിക്കുന്നതിനായി ഒക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ല വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദീകരണം കൊടുത്തുകൊണ്ട് കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ഒരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ ഇട്ടു. എന്തായാലും ഈ വിഷയം CPM-നകത്തെ ഒരു വിഷയമാണ്, മാത്രമല്ല ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അത് കൗൺസിലറാകട്ടെ ആരുമാകട്ടെ, ഒരു ജനപ്രതിനിധിയാണ് അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒരു പാർട്ടിയിൽ നിന്ന്, അവരുടെ തന്നെ പാർട്ടിയിൽ നിന്ന് നേരിട്ടെങ്കിൽ മറ്റുള്ള സാധാരണക്കാരായ സ്ത്രീകളുടെ കാര്യം പിന്നെ പറയാനുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ, ഇങ്ങോട്ട് മറ്റ് തലമുറകളിലേക്ക് വരികയാണെങ്കിൽ CS സുജാത, KK ശൈലജ, എത്രയോ സ്ത്രീകൾ, ഈ നേരത്തെ പറഞ്ഞ വ്യക്തികൾ കൂടാതെ കായംകുളം MLA U പ്രതിഭയടക്കം പാർട്ടിയിൽ നിന്ന് ശക്തമായ ചില തിരിച്ചടികളും അപഗണനകളും നേരിടുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം സ്ത്രീകളെ വേണ്ട, പക്ഷേ സ്ത്രീ പക്ഷപാതം വിജയിക്കണം. സ്ത്രീ എന്നും ശക്തയാണ്, സ്ത്രീ അബലയാകാൻ പാടില്ല, സ്ത്രീ മുന്നേറ്റം നടക്കണം, സ്ത്രീ മുന്നേറ്റമാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ തന്നെ 50 കോടി രൂപ മുടക്കി വനിതാ മതിൽ പണിതത് ഓർമ്മയില്ലേ? അതായത് വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണ് വനിതാ മതിൽ പണിതത്. വനിതാ മതിൽ എന്ന് പറഞ്ഞ് ഇവിടെ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണ മഹാസംഭവമാണ് നടന്നത്. എന്നിട്ടും CPM കാണിക്കുന്നത് ഈ ഒരു തെണ്ടിത്തരമാണ്. സ്ത്രീകളെ അപമാനിക്കുക, സ്ത്രീകളെ പരസ്യമായി ഭർസിക്കുക, സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കാതിരിക്കുക, സ്ത്രീകളെ അതിപ്പോൾ എത്ര പാർട്ടി പ്രവർത്തകയാണെങ്കിലും എത്ര വലിയ പ്രവർത്തകയാണെങ്കിലും അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരെ കായികമായി ഉപദ്രവിക്കുക, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ അപകീർത്തിപ്പെടുത്തുക. ഇതൊക്കെയാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയം. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട, നമുക്ക് നിയമപരമായി തന്നെ ഭരണഘടനാപരമായി തന്നെ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പ്രാതിനിധ്യത്തെക്കുറിച്ച് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ മറ്റ് ഇലക്ഷനുകൾക്കും സ്ത്രീകളെ നിർത്തുന്നു എന്നതല്ലാതെ എന്ത് സ്ത്രീ പക്ഷപാതമാണ് CPM ഉയർത്തുന്നത്? സ്ത്രീകളെ അടിമകളായി കണ്ടുകൊണ്ട്, സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട്, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി, സ്വന്തം പാർട്ടിക്കാരിയായ വ്യക്തിയെ കൂടി തട്ടിക്കൊണ്ടുപോയി അപമാനിച്ചുകൊണ്ട്, ശാരീരികവും മാനസികവുമായി അവരെ ഉപദ്രവിച്ചുകൊണ്ട് നടത്തുന്ന എന്ത് സ്ത്രീപക്ഷ നയമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത് ഈ സമൂഹത്തിന് മുന്നിൽ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടോ CPM പ്രവർത്തകരെ, നേതാക്കളെ? ഇത്രയും വലിയ നാറിത്തരം കാണിച്ചിട്ടും പിന്നീട് അതിനെ ന്യായീകരിക്കുന്നവന്റെ ഒക്കെ ഉളുപ്പില്ലായ്മ, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. CPM എന്ന പാർട്ടി തന്നെ പിരിച്ചുവിടേണ്ടതാണ്. അല്ല, നിങ്ങളുടെ ചെയ്തികളുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചുകൊള്ളും. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തകരും സഖാക്കളും ഇതൊക്കെ കാണുന്നുണ്ട്. സ്വന്തം നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായ എന്തെങ്കിലും പാർലമെന്ററി നേട്ടത്തിന് വേണ്ടി ഇത്തരത്തിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കുന്നത് തന്നെ കേരളത്തിന് ലജ്ജാവഹമാണ്. ഇനി എളിഞ്ഞു നിന്നുകൊണ്ട് ന്യായങ്ങൾ പറയും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെയുള്ള നേതാക്കളുമൊക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരും. AK ബാലൻ സഖാവ് തയ്യാറായി കഴിഞ്ഞു കാണും. തീവ്രതയില്ലാത്ത പീഡനം നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലേ? അങ്ങനെ പല ന്യായങ്ങളും ഇതിന് വരും. ഇതിപ്പോൾ കലാരാജുവിന്റെ കാര്യം മാത്രമല്ല, CPM-ൽ പ്രവർത്തിക്കുന്ന വനിതകൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പാർട്ടിയിൽ നിന്നും പാർട്ടി സഖാക്കളിൽ നിന്നും ഇതൊക്കെ ഇതിനപ്പുറവും സംഭവിക്കാം. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. സ്ത്രീപക്ഷപാതം പറച്ചിലിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. അല്ല, CPM-കാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാണവും മാനവുമില്ലാത്ത, യാതൊരു നിലവാരവുമില്ലാത്ത രാഷ്ട്രീയ സംഭവങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ രാഷ്ട്രീയമായി മാത്രം എല്ലാത്തിനെയും കാണുന്ന, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റിപ്പറയുന്ന, നിലവാരമില്ലാത്ത രാഷ്ട്രീയം മാത്രം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകരിൽ നിന്ന് ഇതിലപ്പുറവും സംഭവിക്കാം. എഡ്യൂബിക്സ്
ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര .com. അയൺ ബിൽഡ് ഗുജറാത്ത്.